അത്യാവശ്യം ഒരുപാട് പേര് ഇപ്പോൾ ഇവിടെ ഓൾറെഡി വന്ന് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് ജസ്റ്റ് ആ ഒരു ഗ്രാഫിക്സിൻ്റെ ക്വാളിറ്റി ഇതിലൂടെ തന്നെ മനസ്സിലാവും. ആ ഒരു ഫയറിങ്ങിൻ്റെ അല്ലെങ്കിൽ ആ ഷാഡോ ബി സൈഡത്തെ സാൻഡിൻ്റെ ഒക്കെ ഒരു സോ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു പുതിയ തുടക്കത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒന്നും പറയേണ്ട നേരെ കഥയിലോട്ട് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഓജിനെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ കാൾ ജോൺസൺ, അതായത് CJ, നമ്മുടെ ബർഗർ ഷോപ്പിലേക്ക് വീണ്ടും എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഓജിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഒരു യൂണീക്ക് ക്യാരക്ടർ തന്നെയാണ് സാൻ ആൻഡ്രിയാസിൽ. അതായത് നമ്മുടെ CJയുടെ പഴയ സുഹൃത്തും അതിലുപരി ഏറ്റവും വലിയൊരു മ്യൂസീഷ്യനും റാപ്പറുമായ ഈ ഓജി എന്ന് പറയുന്നതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ആ പഴയ ഗ്യാങ്സ്റ്ററും അല്ലെങ്കിൽ ആ ഒരു ഗ്യാങ്ങിൽ നിന്നൊക്കെ വിട്ടു മാറി നമ്മുടെ ബെല്ലാസ് ഗ്യാങ്ങിനായിട്ടുള്ള ആ ഒരു ടെറിട്ടറി ഫൈറ്റിനൊക്കെ ശേഷം വളരെയധികം തകർന്ന് ഇപ്പോൾ ഒരു പാർട്ട് ടൈം അല്ലെങ്കിൽ ഒരു ഫുൾ ടൈം ജോലിക്ക് വേണ്ടി അല്ലെങ്കിൽ ജോലി ചെയ്തിട്ട് ബർഗർ ഷോപ്പിൽ വർക്ക് ചെയ്യണ ഒരു ആളായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ ഓജി എന്ന് പറയുന്നത്. പക്ഷേ CJ അവനെ മാക്സിമം മോട്ടിവേറ്റ് ചെയ്ത് അവനെ നമ്മുടെ കൂടെ നിന്ന് ബെല്ലാസ് ഗ്യാങ്ങിനൊക്കെ അടിച്ചിടാനൊക്കെ വേണ്ടി മാക്സിമം മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അവനെ ഏറ്റവും കൂടുതൽ പേടിയാണ് ഓജിക്ക്. കാരണം ആ ഒരു പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ അവനക്ക് വളരെയധികം പേടിയും കാര്യങ്ങളാണ്. പക്ഷേ അവനിപ്പോൾ കാര്യം പറയുന്നുണ്ട്, ബീച്ച് സൈഡിൽ നമ്മളൊരു DJ വാന് അത് അവിടെ കിടക്കുന്നുണ്ട്, അത് നീ എങ്ങനെയെങ്കിലും സ്റ്റീൽ ചെയ്ത് നമ്മുടെ വരുതിക്കാക്കി കൊണ്ടുവരികയാണെങ്കിൽ അത് വെച്ച് നമുക്ക് നമ്മുടെ ആ ഒരു പഴയ കാര്യങ്ങളിലേക്ക് എനിക്ക് മൂവ് ഓൺ ചെയ്യാനുള്ളൊരു കാര്യമായിട്ട് മാറും. കാരണം പ്രത്യേകിച്ച് ഓജി എന്ന് പറയുന്ന ആൾ ഒരു മ്യൂസീഷ്യനും റാപ്പറും കൂടിയാണ്. അവൻ്റെ ഏറ്റവും വലിയൊരു മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ ആ ഒരു സോങ് അല്ലെങ്കിൽ ഈ ഒരു DJ എന്ന ഒരു അറ്റ്മോസ്ഫിയർ വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ഓജി പറയുന്നതനുസരിച്ചിട്ട് അവനെ നമ്മുടെ കയ്യിലേക്ക് എടുക്കാൻ അല്ലെങ്കിൽ അവൻ്റെ ആ ഒരു എന്താ പറയുക, അവൻ്റെ ഏറ്റവും വലിയ ഒരു ശക്തി എന്ന് പറഞ്ഞാൽ ആ ഒരു മ്യൂസിക്കിനെ നമുക്ക് അവനിലേക്ക് തന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആ ഒരു ബീച്ച് സൈഡിലുള്ള ആ ഒരു പാർട്ടി നടക്കുന്ന സ്ഥലത്തെ ആ ഒരു DJ വാൻ നമുക്ക് സ്റ്റീൽ ചെയ്യാൻ പോകാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു വണ്ടി ആദ്യം തന്നെ നമുക്ക് നോക്കണം. നമ്മളെന്തായാലും ഒരു റോബറിക്ക് പോകണതാ. അപ്പോൾ ഈ കാണുന്ന അല്ലറ ചില്ലറ വണ്ടിയൊന്നും നമുക്ക് പറ്റില്ല. പക്ഷേ ഇത് കൊള്ളാം. ഇതാകുമ്പോൾ സംഭവം 2 ഡോർ ആണെങ്കിൽ പോലും ഇറ്റ് ഹാസ് എ ഗുഡ് സൗണ്ട്. നിങ്ങൾക്ക് കേട്ടാൽ തന്നെ അറിയാം. ഒരു എന്താ പറയുക, നല്ലൊരു യുണീക്ക് വണ്ടികൾക്ക് അല്ലെങ്കിൽ ഒരു അത്യാവശ്യം നല്ലൊരു മസിൽ കാറിനൊക്കെ ഉണ്ടാകുന്ന ഒരു ടൈപ്പ് ഒരു എന്താ പറയുക എക്സോസ് സൗണ്ടാണ് ഈ വണ്ടിക്ക് സാൻ ആൻഡ്രിയാസിൽ കൊടുത്തേക്കുന്നത്. എന്തായാലും എസ്പെഷ്യലി നിങ്ങൾക്ക് ഈ ഒരു സാൻ ആൻഡ്രിയാസ് വെർഷൻ കണ്ടാൽ തന്നെ അറിയാം, ഗ്രാഫിക്സ് കൊണ്ടൊരു 5ൻ്റെ കളിയാണ് ഈ ഒരു വെർഷൻ എങ്ങനെ കിട്ടുന്നതെന്നൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞുതരാം. എങ്കിലും നിങ്ങൾ ഈ ജസ്റ്റ് കാണുക, എൻജോയ് ചെയ്യുക. അതാണ് നമ്മുടെ സാൻ ആൻഡ്രിയാസ് ദ യൂണീക്ക് ഗെയിം ഫോർ എവർ. ഇപ്പോൾ നമ്മൾ ബീച്ച് സൈഡിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ മാക്സിമം ഞാൻ ലീഗലിയാണ് മൂവ് ചെയ്യുന്നത്. അധികം ആരെയും കൊല്ലാതെയും വല്ലാതെ ആൾക്കാരെ പ്രശ്നത്തിലേക്ക് തള്ളിയിടാതെയൊക്കെയാണ് നമ്മൾ മാക്സിമം നോക്കാൻ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ വാൻ, അതായത് ആ ഒരു DJ വാൻ നമ്മളിവിടെ കാണുകയാണ്. അപ്പോൾ ഇവിടെ അത് ഓപ്പറേറ്റ് ചെയ്യുന്നൊരു ലേഡി ഉണ്ട്. ആ ലേഡിയുടെ അടുത്ത് പോയിട്ട് ജസ്റ്റ് ഒന്ന് അവരൊന്ന് കൺവിൻസ് ചെയ്യണം. നമുക്ക് അവരെ കൺവിൻസിൻ്റെ ആവശ്യമില്ല. പക്ഷേ അറിയാലോ, നമ്മളൊരു ലീഗലി ലെവലിലാണ് എപ്പോഴും മൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. എപ്പോഴും അങ്ങനെ തന്നെ കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ നൈസായിട്ട് പാർക്ക് ചെയ്യാം. അത്യാവശ്യം ഒരുപാട് പേര് ഇപ്പോൾ ഇവിടെ ഓൾറെഡി വന്ന് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് ജസ്റ്റ് ആ ഒരു ഗ്രാഫിക്സിൻ്റെ ക്വാളിറ്റി ഇതിലൂടെ തന്നെ മനസ്സിലാവും. ആ ഒരു ഫയറിങ്ങിൻ്റെ അല്ലെങ്കിൽ ആ ഷാഡോ ബി സൈഡത്തെ സാൻഡിൻ്റെ ഒക്കെ ഒരു സ്ട്രക്ചറൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും എത്രത്തോളം ഉണ്ടെന്ന്. ഒരു സൈഡിൽ ഭയങ്കര ഡാൻസ് കളിയും കാര്യങ്ങളൊക്കെ ആണല്ലോ. അത് നമുക്ക് നോക്കണ്ട, നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. ഓക്കെ, ചോദിക്കുന്നുണ്ട് എന്താണ് പരിപാടി? എന്ത് പരിപാടി? ജസ്റ്റ് ഒന്ന് ഹാങ് ഔട്ട് ചെയ്യാൻ വന്നതാണ്. താങ്കൾ എൻ്റെ കൂടെ ഒന്ന് ചില്ലാവുകയാണെങ്കിൽ നമുക്കൊരു അപ്പോൾ നമുക്ക് അവിടെ റെസ്പോണ്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാം. നമുക്ക് എന്തായാലും നെഗറ്റീവായിട്ടൊന്നും പറയണ്ട, അതുകൊണ്ട് പോസിറ്റീവായിട്ട് തന്നെ പറയാം. നമുക്കിവിടെ തന്നിരിക്കുന്ന അല്ലെങ്കിൽ വന്നിരിക്കുന്ന ഒരു ടാസ്ക് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി കാണുന്ന പോലെ അറിയാലോ, ഒരു മുന്നത്തെ ഡാൻസിങ് കാറിൻ്റെ പോലെ തന്നെ നമുക്ക് പാർട്ടിയിൽ ഡാൻസ് ചെയ്തിട്ട് ഇമ്പ്രസ് ചെയ്യിക്കണം. അതിന് താഴെ കാണുന്ന ആരോസ്, എൻ്റെ മോനെ, നമ്മൾ സാൻ ആൻഡ്രിയാസിൽ ഇത്രയും സംഭവം രസമാണ്. നമ്മൾ ആ ഒരു പെർഫെക്റ്റ് അല്ലെങ്കിൽ വെരി ഗുഡ് പെർഫെക്റ്റ് വരെ ബാലൻസ് ചെയ്ത് കിട്ടുമ്പോൾ സാറ്റിസ്ഫാക്ഷൻ വേറൊരു ലെവലാണ്. പക്ഷേ ഇതിങ്ങനെ ഇരിക്കണം അതിന്. ഈ പെർഫെക്റ്റ് കാണുമ്പോൾ ഒരു എന്താ പറയുക സാറ്റിസ്ഫാക്ഷൻ ആയിട്ട്. എന്തായാലും നമുക്കൊന്ന് സ്കിപ്പ് ചെയ്ത് കളയാം. ഓക്കെ,
മാക്സിമം നമ്മൾ ഡാൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവരെ ഇമ്പ്രസ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഡെഫിനറ്റ്ലി അവർക്ക് ഭയങ്കര രീതിയിൽ അത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്ക് അവർ തന്നെ നമ്മളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ DJ കാർ വെച്ചിട്ട് നമുക്ക് വേറെ എങ്ങോട്ടെങ്കിലും പോയിട്ടൊന്ന് ഹാങ് ഔട്ട് ചെയ്താലും ശരി, നമുക്ക് അവരുടെ ഒരു ജസ്റ്റ് ഒരു എല്ലോ കിട്ടിയാൽ മതി. ബാക്കി നമുക്കറിയാലോ എന്താ ചെയ്യേണ്ടതെന്ന്. എന്താടാ ലോക്ക് ചെയ്താ ഇല്ലാട്ടാ, കയറി കഴിഞ്ഞാൽ നമുക്ക് തുറക്കാൻ പറ്റില്ല. ഓക്കെ, തുറന്ന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നൈസായിട്ട് പെണ്ണുമ്പോൾ ചവിട്ടി പുറത്ത് കിടാം. ഓക്കെ, ലെറ്റ്സ് ഗോ ഫോർ ദ OG. നമ്മുടെ പ്രിയ കൂട്ടുകാരന് വേണ്ടിയിട്ടുള്ള DJ വാൻ നമുക്ക് അവൻ്റെ കയ്യിൽ തന്നെ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നേരെ പോകാം. ടൈം ഏകദേശം ഒരു പുലർച്ചെ 4 മണി 4:45 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു അറ്റ്മോസ്ഫിയർ കാര്യങ്ങളൊക്കെ നമുക്ക് സ്കൈയിൽ കാണാം. ഒരു പുലർച്ചെ തുടങ്ങുന്ന ടൈമാണ്. പെണ്ണുമ്പളെ വഴി നിന്നൊക്കെ മാറി നിൽക്ക്. മാക്സിമം നമ്മൾ ലീഗലിയാണ് നമ്മൾ മാക്സിമം വണ്ടിയും കാര്യങ്ങളൊക്കെ ഓടിക്കുന്നത്. പക്ഷേ ട്രാഫിക് ലൈറ്റ് വന്നാൽ മാത്രം നമുക്ക് ആ ഒരു ലീഗൽ ഫോർമാറ്റ് ഇല്ല കേട്ടോ. അത് എൻ്റെ മാത്രം ഒരു എന്താ പറയുക അവകാശമാണ്. പലരും ചോദിക്കില്ലേ റോഡ് എന്താണ് തന്തയുടെ വകയാണ്. ശരിയാ, എൻ്റെ ഫോണിൽ ഇപ്പോൾ റൺ ചെയ്യുന്ന ഗെയിം ആയതുകൊണ്ട് ഇതെൻ്റെ തന്തയുടെ വകയുള്ള റോഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ പോകാം. എന്തായാലും നേരം വെളുത്തു, 5:30 കഴിഞ്ഞു. എന്തിനാടാ കൈ തട്ടിപ്പോയതാണെന്ന് വിചാരിക്കാം. നമ്മൾ പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒക്കെ പോകുന്നത്. സിറ്റി സൈഡിലുള്ള ഏറ്റവും നല്ലൊരു ഗ്യാരേജാണ് നമ്മൾ എന്തായാലും ഈ ഒരു വണ്ടി കയറ്റിടാൻ വേണ്ടി പോകുന്നത്. അതിന് ശേഷം നമുക്ക് OGക്ക് സർപ്രൈസായിട്ട് സംഭവം കൊടുക്കാം. എന്തായാലും കൊടുക്കേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ അതിങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. ചീപ്പ് പാർക്കിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവം, പക്ഷേ ഇറ്റ്സ് എസ്പെഷ്യലി നമ്മുടെ ഒരു ഗ്യാരേജ് തന്നെയാണിത്. അപ്പോൾ നമ്മുടെ ഈ ഒരു മിഷൻ ഇവിടെ വെച്ച് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഞാനെപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും ഗൈസ്. ഇനി പഴയ പോലെ ഒന്നല്ല, വീഡിയോ മാക്സിമം ഡെയിലി അപ്ഡേറ്റ് ചെയ്യാൻ നോക്കാം. അതേപോലെ തന്നെ ഈ ഒരു വെർഷൻ ഏറ്റവും നല്ലൊരു ഗ്രാഫിക്സും നല്ലൊരു എന്താ പറയുക ഗ്രാഫിക്സ് റിയാലിറ്റി പോലെ അത്രയും നല്ലൊരു ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വെർഷനാണ്. ഇതിനെ പറ്റിയൊക്കെ ഞാൻ പറയാം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.